ഇന്ന് ഞായറാഴ്ചയായിട്ട് നിങ്ങൾക്കൊക്കെ എന്താ സ്പെഷ്യൽ? ഇവിടെ എല്ലും കപ്പയാട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഇടുക്കി വന്നിട്ടാട്ടോ ഞാൻ ഏഷ്യാഡ് എന്നുള്ള പേര് എല്ലും കപ്പയ്ക്കും കേൾക്കുന്നത്. ഞങ്ങളവിടെയൊക്കെ എല്ലും കപ്പ എന്നാണ് പറയാറ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. 1.5 കിലോ എല്ലാട്ടോ ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 4 സവോള, 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനം കേട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. തക്കാളി ഓപ്ഷനല്ല, ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ആദ്യം സവോളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ച് ചേർക്കാം. എന്നിട്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ഊരിയിടാം കേട്ടോ. കറിവേപ്പിലയുടെ തണ്ട് ഇടണമെന്നില്ല, കറിവേപ്പില നമുക്ക് ഊരിയിടാം. എന്നിട്ട് ഇതിലേക്ക് എന്തൊക്കെ മസാലകളാണ് ചേർക്കുന്നതെന്ന് പറയാം കേട്ടോ. ഈ മസാല കണ്ട് ആരും പേടിക്കണ്ട, കപ്പയും കൂടി ചേർക്കുമ്പം കറക്റ്റ് ആവും കേട്ടോ. മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും പെരുംജീരകവും ചതച്ചത്, ഇത്രയും സാധനം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്തില്ലല്ലോ, അപ്പം പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് വിനാഗിരി ചേർക്കാം. ഒരുപാട് വിനാഗിരി ചേർക്കരുത്, കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈയും കൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. ഈ മിക്സിങ്ങിൽ കേട്ടോ ഇതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഒരു 8 വിസിൽ ഞാൻ അടുപ്പിക്കുന്നുണ്ട്. നല്ല വേവുണ്ട് എല്ലിന്. എല്ല് ഇറച്ചിയിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്കിനാട്ടോ നമ്മൾ കപ്പ എല്ലും വെന്തോ ഇല്ലയോ എന്നറിയുന്നത്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറടിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി കൊത്തിയെടുക്കാം. എല്ലും കപ്പയ്ക്ക് നമ്മൾ കപ്പ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നന്നായിട്ട് വേകുന്ന കപ്പ എടുക്കണം കേട്ടോ. ഈ വെണ്ണ പോലെ വേകുന്ന കപ്പ അങ്ങനെയൊക്കെ പറയില്ലേ, അത്രയും കപ്പ എടുക്കണം കേട്ടോ. നന്നായിട്ട് വേകുന്ന കപ്പയാണെങ്കിൽ ഇത് നന്നായിട്ട് കുഴഞ്ഞു വരത്തുള്ളൂ, അതിന് വേണ്ടിയാണേ. എന്നിട്ട് ഇത് രണ്ടും വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഒരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കടുക് താളിക്കുക. ഈ കടുക് താളിച്ചതിനകത്തേക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ കപ്പ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. ഇത് നന്നായിട്ട് കുഴയാൻ വേണ്ടി ഞാൻ ആ ഇടികല്ലിൻ്റെ കല്ല് വെച്ചാട്ടോ ഇടിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് കുഴഞ്ഞു വരും. ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അപ്പോഴത്തേനാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അങ്ങനെ കുഴച്ച് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഫൈനൽ ടച്ചപ്പ് എന്നോണം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് മുകളിൽ കൂടെ ഒഴിച്ച് ഇച്ചിരി പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്ത് എളുപ്പമാണെന്നറിയത് ഉണ്ടാക്കാൻ വേണ്ടി. ഭയങ്കര ടേസ്റ്റായത് കഴിക്കാൻ വേണ്ടി, ഞാൻ സത്യമായിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.